Vladimir Putin comes to Delhi, makes a statement. Imagine, I still repeat, imagine, hypothetically, ഞങ്ങൾ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണ്. മോദി ഹാസ് ഓൾറെഡി സ്പോക്കൺ ടു വൊലോദിമിർ സെലൻസ്കി. ഞാനും മോദിയും തമ്മിൽ സംസാരിച്ചു. വൊലോദിമിർ സെലൻസ്കിക്ക് ഡൽഹി വരെ വരാൻ തയ്യാറാണെങ്കിൽ ഞാനും തയ്യാറാണ്. നമ്മൾക്ക് ഇവിടെ വെച്ച് ഇത് അവസാനിപ്പിക്കാം. ഡൊണാൾഡ് ട്രംപിന് ലഭിക്കുന്ന ഏറ്റവും വലിയ അടി എന്ന് പറയുന്നത് ശരിയല്ല, മുഖത്തേൽക്കുന്ന മർദ്ദനമാണത്. ഡൊണാൾഡ് ട്രംപ് അതാണ് ഈ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്നും, അല്ലെങ്കിൽ ഈ ഡൊണാൾഡ് ട്രംപിന് വേണ്ടി പറഞ്ഞു വെച്ചിരുന്ന ഈ നൊബേൽ സമാധാന സമ്മാനം മോദി കൊത്തി പറക്കുന്ന കാഴ്ച ലോകം കാണുന്നു എന്ന് കരുതുക. സ്വല്പം പ്രീമച്യൂറാണ് ഈ സംസാരിക്കുന്നത്, സ്വല്പം പ്രീമച്യൂറാണ്. നാടകങ്ങൾക്ക് ഒട്ടും പഞ്ഞമുള്ള ഒരാളല്ല പുടിൻ എന്ന് ഓർക്കണം. യെസ്, നാടകീയമായ നീക്കങ്ങൾ, ചടുലമായ നീക്കങ്ങൾ. അമേരിക്കയ്ക്ക് മറുപടി പറയാൻ ഉക്രൈനെ ഇക്ഷ ഇണ്ണ റ വരപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഉക്രൈൻ്റെ അവസ്ഥ നോക്കൂ, എന്താണ്, അടിയും കൊണ്ടു, പുളിയും കുടിച്ചു, കരവും അടച്ചു എന്ന മട്ടിൽ ഉക്രൈൻ അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങി നിൽക്കുകയാണ്. അഭിമാനം എന്നൊരു കാര്യമില്ലേ? റഷ്യ ആക്രമിച്ചു, ശരിയാണ്. റഷ്യ ഇപ്പോൾ പറയുന്നത് എന്താണ്? ആക്രമിച്ചു എന്ന് ശരിയാണ്. പക്ഷേ ഉക്രൈന് വേണ്ടാത്ത മോഹം കൊടുത്തുകൊണ്ട്, ഉക്രൈനെ പ്രലോഭിപ്പിച്ചുകൊണ്ട്, നെയ്റ്റോ സഖ്യത്തിൽ ചേർക്കാമെന്ന് ഓഫർ കൊടുത്തുകൊണ്ട് നിങ്ങൾ നിലനിർത്തി. അതിനർത്ഥം എന്താ? അമേരിക്കൻ നെയ്റ്റോ ആണവായുധങ്ങൾ റഷ്യയുടെ മുക്കിന് മുന്നിൽ വിന്യസിക്കുകയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ സുരക്ഷ നോക്കിയെങ്കിലേ പറ്റൂ, അതുകൊണ്ട് ഞങ്ങൾ ആ നിലപാടെടുത്തു. ഉക്രൈനെ ഞങ്ങൾ ആക്രമിച്ചു, അത് ശരിയാണ്. ആ പശ്ചാത്തലം മനസ്സിലാക്കണം. മിസ്റ്റർ സെലൻസ്കി, പുടിൻ പറയുകയാണ്, മിസ്റ്റർ സെലൻസ്കി, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, വി ഹാവ് ഡൺ ഇറ്റ് നോട്ട് because we are against Ukrainians, but because we are concerned about our own security. ഇതാണ്. ഇത് കഴിഞ്ഞാൽ മറത്തു പുറത്തു.